അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇന്ന് നമുക്ക് പുതിയൊരു പാഠം എടുക്കാനുള്ളത് ബാബുൽ ഇസ്തിഫ്ഹാം. ഇസ്തിഫ്ഹാം എന്ന് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ ചെറിയൊരു വിശദീകരണം നമുക്കൊന്ന് പറയാം. ഫഹ്മ് എന്ന് പറഞ്ഞാൽ അറിവ്, മനസ്സിലാക്കൽ എന്നൊക്കെയാണ്. അപ്പോൾ ഇസ്തഫ്അല വസ്നിൻ്റെ അർത്ഥം എന്താണ്? അതിനെ തേടുക എന്നർത്ഥം. അറിവിനെ തേടുക എന്നർത്ഥത്തിനേക്കാണ് ഇസ്തഫ്ഹമ. കാര്യം അന്വേഷിച്ചറിയുക എന്നർത്ഥത്തിനേക്കാണ് അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇസ്തഫ്ഹമ എന്ന് ഉപയോഗിക്കുക. നമ്മളൊരു കാര്യം ചോദിക്കുമല്ലോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കല്ല, അതിനേക്കാണ് ഇസ്തിഫാം എന്ന് പറയുക. ബാബുൽ ഇസ്തിഫാം, ഇത് ഇസ്തിഫാമിനെ കുറിച്ച് പറയുന്ന ബാബാണ്, അല്ലെങ്കിൽ ഇസ്തിഫാമിൻ്റെ ബാബാണ്. വൽ ഹുറൂഫുല്ലത്തി യുസ്തഫ്ഹമു ബിഹാ. വൽ ഹുറൂഫു, ഓക്കെ, അൽ ഹുറൂഫു, ഹുറൂഫുകൾ, അല്ലത്തി യുസ്തഫ്ഹമു ബിഹാ, അതുകൊണ്ട് ഇസ്തിഫാം ചെയ്യപ്പെടുന്ന, എന്താ പറയുക, ഫഹ്മിനെ തേടപ്പെടുന്ന ആ ഹർഫുകൾ ഏതെല്ലാമാണ്? വഹിയ, അവകൾ, അൽ ഹംസത്തു, ഹംസയാണ് ഒന്നാമത്തത്, അ എന്നുള്ളത്. അതുപോലെ അം എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ ഹൽ എന്നുള്ളതുമാണ്. അപ്പോൾ 3 ഹർഫുകളാണ് ഇസ്തിഫാമിന് വരാറുള്ളത്. ഒന്ന് ഹംസ, ഒന്ന് ഒന്ന് ഹൽ. തഖൂലു, നീ പറയും, ഇൻദക സൈദുൻ, നിൻ്റെ അടുത്ത് സൈദുണ്ടോ. നമ്മൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കല്ലോ, അതിനേക്കാണ് ഇസ്തിഫാം എന്ന് പറയാം. ഇവിടെ എന്ന് വന്നു, അതാണ് എന്ത്? ഹംസക്ക് ഉദാഹരണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്ന് വന്നു, ഇസ്തിഫാമിൻ്റെ വന്നു കേട്ടോ. പിന്നെ അസൈദുൻ ഇൻദക അംറുൻ, സയ്യിദാണോ നിൻ്റെ അടുത്തുള്ളത്, അതോ അമ്രാണോ നിൻ്റെ അടുത്തുള്ളത്? അത് ചോദിക്കാനാണ് എന്നുള്ളത് വന്നത്. അപ്പോൾ ഇവിടെ എന്നുള്ള ഇസ്തിഫാമിൻ്റെ അതുകൊണ്ടാണ് ഓക്കെ. അസൈദുൻ ഇൻദക അംറുൻ, ഹൽ ഇൻദക ബക്കറുൻ, ഹൽ ഇൻദക ബക്കറിൻ്റെ അടുത്ത് ബക്കറുണ്ടോ. അപ്പോൾ എന്താണ്? ഒരു കാര്യം അറിയാനാണ്, ആ ബക്കറുണ്ടോ ഇല്ലേ എന്നറിയാനാണ് ചോദിക്കുന്നത്. എനിക്കാണ് ഇസ്തിഫാമിൻ്റെ ഹർഫുകൾ എന്നൊക്കെ പറയാം. എന്തുണ്ട്? ഹർഫുകളുണ്ട്, അതുപോലെ തന്നെ ഇസ്മുകളും ഉണ്ട്. വല്ലസ്മാഉല്ലത്തി യുസ്തഫ്ഹമു ബിഹാ, ഇസ്തിഫാം അല്ലെങ്കിൽ ഇസ്തിഫാം ചെയ്യപ്പെടുന്ന ഇസ്മുകളോ, ഹിയാദ്, മൻ, മാ, അയ്യ്, കം എന്നിവയാണ്. മന്ന്, മാ, അയ്യ്, കം എന്നിവയാണ് ഇസ്തിഫാമിന് വരുന്ന ഇസ്മുകൾ. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം, ഇസ്തിഫാമിന് വരുന്ന ഇസ്മുകൾ. ഇതിന് മുമ്പത്തെ ഷർത്തിന് വരുന്ന ലൊർഫ്, അതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇതും പരസ്പരം മാറാതെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ മന്ന്, മ, അയ്യ്, കം. തഖൂലു, നീ പറയും, മൻ ഇൻദക, നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്നർത്ഥത്തിന് എനിക്ക്. അപ്പോൾ ഇവിടെ മൻ എന്നുള്ള ആര്, ലിൽ ഉഖല, ബുദ്ധിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനാണ് മന്ന് വരിക. അതുപോലെ തന്നെ വമാ ഇൻദക, നിൻ്റെ അടുത്ത് എന്താണുള്ളത്, ലിഗൈരിൽ ഉഖല, ബുദ്ധി ഇല്ലാത്ത ഇതിനൊക്കെ ഉപയോഗിക്കാനാണ് മാ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ മാ ഇൻദക, നിൻ്റെ അടുത്ത് എന്താണുള്ളത് എന്നർത്ഥത്തിന് കേട്ടോ. അതുപോലെ തന്നെ ലിൽ ഉഖല എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന മൻ. മമാ ഇൻദക, അത് ലിഗൈരിൽ ഉഖല, ബുദ്ധി ഇല്ലാത്തതിനൊക്കെ ഉപയോഗിക്കുന്ന മാ. അപ്പോൾ അയ്യ ഷൈഇൻ ഇൻദക, എന്താണ് നിൻ്റെ അടുത്തുള്ളത്. കം റജുലൻ ഇൻദക, എത്ര മനുഷ്യന്മാരാണ് നിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ കമ്മ്, അയ്യ്, മാ, മൻ. വല്ലുറൂഫുല്ലത്തി യുസ്തഫ്ഹമു ബിഹാ, ഇനി ലൊർഫുകളുമുണ്ട്. ലൊർഫുകൾ ഏതെല്ലാമാണ്? ഹിയ, മത്ത, ഐന. അത് ഹിയ അവകളാകുന്നത് മത്തയാണ്, ഐനയാണ്, അതുപോലെ തന്നെ കൈഫ, അയ്യ്, ഹീന് എന്നിവയൊക്കെയാണ്. അയ്യ ഹീനിന് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുക. നഹ്വ ഖൗലിക മത്ത ജീത്ത, എപ്പോഴാണ് നീ വന്നത്. ഐന കുന്ത, നീ എവിടെയായിരുന്നു. കൈഫ അന്ത, നിൻ്റെ അവസ്ഥ നീ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നർത്ഥം. അയ്യ ഹീനൻ ജീത്ത, ഏത് സമയത്താണ് നീ വന്നത്. അപ്പോൾ ഇതൊക്കെ ഇസ്തിഫാമിന് ഉപയോഗിക്കുന്ന ലർഫുകൾ. ഇസ്തിഫാമിന് ഹർഫ് ഉപയോഗിക്കും,
ഇസ്തിഫാമിന് ഇസ്മുകൾ ഉപയോഗിക്കും, ഇസ്തിഫാമിന് ലർഫുകളും ഉപയോഗിക്കും. ഇസ്തിഫാമിൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞത് ഹംസയും അമ്മു ഹല്ലുമാണ്. ഇസ്തിഫാമിൻ്റെ ഇസ്മുകളോ മന്ന്, മ, അയ്യ്, കമ്മ് എന്നിവയാണ്. ഇസ്തിഫാമിൻ്റെ ലർഫുകൾ മത, ഐന, കൈഫ, അയ്യ, ഹീന എന്നുള്ളതൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ തർക്കീബ് എന്ന് പറയുമ്പോൾ ബാബുൽ ഇസ്തിഫാം എന്നുള്ളത് ഹാദ ബാബുൽ ഇസ്തിഫാമി എന്നുള്ളൊരു ഹാദ എന്നുള്ള മുബത്തയുടെ ഖബറായിട്ടാണ് ബാബുൽ ഇസ്തിഫാമി എന്ന് വരുന്നത്. ഇസ്തിഫാം മുല്ലാഫിലേഹി. വൽ ഹുറൂഫു എന്നുള്ള മുബത്തദ, അല്ലത്തി എന്നുള്ളത് മൗസൂല, അതിൻ്റെ സിലയാണ് യുസ്തഫ്ഹമു എന്നുള്ളത് ഫീൽ യുസമ്മ ഫായില്, ബിഹ എന്നുള്ള ജാർ മജ്റൂർ, ഓക്കെ, നായിബ് ഫായില്, ഹിയ എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ അൽ ഹംസത്തു, എന്നുള്ള അത്തഫ്, അഹൽ എന്നുള്ളത് അത്തഫ്, തഖൂൽ എന്നുള്ള ഫീല് ലമീർ ഫായില്, ഖാലയുടെ ഖൗലിൻ്റെ മഖൂല് അ ഇന്ദക സെയ്ദുൻ എന്നുള്ളത് ആ ഇസ്തിഫാമിൻ്റെ ഹംസ, ഇന്ദക എന്നുള്ള ജാറ് മജ്റൂർ ഖബർ മുഖദ്ദം, ലർഫ് ഖബർ മുഖദ്ദമായിട്ട്, പിന്നെ സെയ്ദുൻ എന്നുള്ളത് മുബത്തദ മുഅഖർ, ഖാല ഫീൽ അല്ലാഹു ഫായിൽ തആല ഹാല്, അഫില്ലാഹി ശക്കുൻ എന്നുള്ളത് ആ ഇസ്തിഫാമിൻ്റെ ഹംസ, ഫില്ലാഹി എന്നുള്ള ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, ശക്കുൻ എന്നുള്ളതോ മുബത്തദ മുഅഖർ, അല്ലെങ്കിൽ ഫായില് സാദ് മസ്ദുൽ ഖബർ, അങ്ങനെയും പറ്റും കേട്ടോ. അസൈദുൻ ഇന്ദക അസൈദുൻ ഇന്ദക അമ്രുൻ, ഇവിടെ ആ ഇസ്തിഫാമിൻ്റെ ഇന്ദക എന്നുള്ളത് സെയ്ദ് എന്നുള്ളത് സെയ്ദാണോ നിൻ്റെ അടുത്തുള്ളത് എന്നാണ്, അതോ അമ്രാണോ എന്നാണ്. അപ്പോൾ നിൻ്റെ അടുത്തുള്ളത് സെയ്ദാണെന്ന്, അപ്പോൾ സെയ്ദുൻ എന്നുള്ളത് മുബത്തദ, ഇന്ദക എന്നുള്ളത് ജാർ മജ്റൂർ ഖബറായിട്ട്, പിന്നെ അതുപോലെ തന്നെ എന്നുള്ള ഇസ്തിഫാമിൻ്റെ ഹർഫ്, അമ്രുൻ എന്നുള്ളത് ഇതിലേക്ക് അത്തഫായിട്ട്, സെയ്ദിലേക്ക് അത്തഫായിട്ട്, ഓക്കെ. പിന്നെ വഹൽ ഇന്ദക ബക്കറുൻ, ഹൽ ഇസ്തിഫാമ്, ഇന്ദക ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, ബക്കറു എന്നുള്ളത് മുബത്തദ മുഅഖർ, വൽ അസ്മാഉ എന്നുള്ളത് ഒരു മുബത്തദ, അല്ലത്തി യുസ്തഫുമു ബിഹ എന്നുള്ളത് അതിൻ്റെ സിഫത്തായിട്ട്, ജുംല സിഫത്തായിട്ട്, അതുപോലെ തന്നെ അല്ലത്തി സില, അതിന് മൗസൂല സില, ഇസ്തഫമു എന്നുള്ളത് ബിഹ എന്നുള്ള ജാർ മജ്റൂർ നായിബ് ഫായില്, ഇസ്തഫമു ലംസമ്മ ഫായിലല്ല, ജാർ മജ്റൂർ നായിബ് ഫായിലായിട്ട്, പിന്നെ വഹിയ എന്നുള്ള മുബത്തദ, അതിൻ്റെ ഖബർ മൻ, വമാ, അയ്യ് അങ്ങനെ തുടങ്ങിയിട്ട് കമ്മ് വരെ എന്നുള്ളത് അതിൻ്റെ ഖബറായിട്ട് കേട്ടോ, ഹിയയുടെ ഖബറായിട്ട്. പിന്നെ മാ എന്നുള്ള അത്തഫ്, അയ്യ അത്തഫ്, കമ്മ് അവിടെ വാവും ഒക്കെ അത്തഫായിട്ട്. തഖൂൽ എന്നുള്ള ഫീല് ലമീർ ഫായില്, ഖാലയുടെ മഖൂല് മൻ ഇന്ദക എന്നുള്ളത് ലിൽ ഉഖലാഇ ജാർ മജ്റൂറായിട്ട്, മൻ ഇസ്തിഫാമ് ഇന്ദക എന്നുള്ളത് ജാർ മജ്റൂർ ഖബർ മുഖദ്ദമാണ്, മുബത്തദ അവിടെ കളഞ്ഞു പോയിക്കാണ്. പിന്നെ അതുപോലെ തന്നെ മാ ഇന്ദക, മാ ഇസ്തിഫാമിൻ്റെ മാ, ഇന്ദക എന്നുള്ള ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, പിന്നെ അതുപോലെ തന്നെ ഒരു മുബത്തദ മുഅഖർ അവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അത് മാ ഇന്ദക എന്ന് ചുരുക്കി പറഞ്ഞതല്ലേ. ലിഗൈരിൽ ഉഖലാ എന്നുള്ള ജാർ മജ്റൂർ ഉഖലാ എന്നുള്ള മുദാഫ് ഇലൈഹി. പിന്നെ അയ്യ ഷെയ്ൻ ഇന്ദക എന്നുള്ളതും അതുപോലെ തന്നെ അയ്യ എന്നുള്ള ഇസ്തിഫാമ്, ഷെയ് ഉൻ ഇന്ദക എന്നല്ല, അപ്പോൾ മുബത്തദ, ഇന്ദക എന്നുള്ള ജാർ മജ്റൂർ ഖബറായിട്ട്, കം എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ കമ്മ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ് ഇസ്മാണ് എന്നാണ്, കമ്മ് ഇസ്തിഫാമിൻ്റെ ഇസ്മ ഇസ്തിഫാമിൻ. റജുലൻ എന്നുള്ളത് ഇന്ദക എന്നുള്ള മുബത്തദ മുഅഖറിൻ്റെ ഇന്ദക, എത്ര ആളുകളാണ് ഇസ്തിഫാമായിട്ടുള്ളത്, അപ്പോൾ റജുലുൻ ഇന്ദക എന്നാണ്. റജുൽ എന്നുള്ളത് മുബത്തദ, ഇന്ദക ജാർ മജ്റൂർ ഖബർ, വല്ലുറൂഫ് എന്നുള്ളത് അടുത്തൊരു മുബത്തദ, അല്ലത്തി എന്നുള്ളത് മൗസൂല, ഇസ്തഫമു സില, മൗസൂലൻ്റെ അല്ലത്തി സില ആയിട്ട് ഇസ്തഫമു, ബിഹ ജാർ മജ്റൂർ നായിബ് ഫായിൽ, ഇസ്തഫമു എന്നുള്ള ലംസമ്മ ഫായിലല്ലേ, ഹിയ മുബത്തദ, മത, ഐന, കൈഫ അതൊക്കെ എന്നിട്ട് ഖബറായിട്ട്, പിന്നെ ഐന അത്തഫ്, കൈഫ അത്തഫ്, അയ്യ അത്തഫ്, അയ്യ ഹീന എന്നുള്ളത് അത്തഫ്, ഹീന എന്നുള്ളത് മുദാഫ് ഇലൈഹി ആയിട്ട്. നഹ്വു എന്നുള്ളത് മിസാലുഹു എന്നൊരു കളയപ്പെട്ട മുബത്തദയുടെ ഖബറാണ് നഹ്വു എന്നുള്ളത്, കൗലിക മുദാഫ് ഇലൈഹി. കൗലിൻ്റെ മഖൂലാണ് മതാ ജിഅ്ത, ഐന മതാ ജിഅ്ത എന്നുള്ളത് കൗലിൻ്റെ മഖൂലായിട്ട്, മത ഇസ്തിഫാമ്, ജിഅ്ത എന്നുള്ളത് ഫീല് ലമീർ ഫായില്, ഐന എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ ലർഫ്, കുന്ത എന്നുള്ളത് ഫീല് ലമീർ ഫായില്, കൈഫ അൻത എന്നുള്ളത് കൈഫ ഇസ്തിഫാമിൻ്റെ ലർഫ്, അൻത ഹാലുക്ക് എന്നുള്ളത് എനിക്കല്ല.
പിന്നെ അതുപോലെ തന്നെ അയ്യഹീൻ എന്നുള്ളത് ഇസ്തിഫാമി ഹീനുള്ള മുലാഫിലെ ജീത്ത ഫീല് ലമീർ ഫായില് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇസ്തിഫാമിൻ്റെ ഹർഫുകൾ, ഇസ്തിഫാമിൻ്റെ ഇസ്മുകൾ, ഇസ്തിഫാമിൻ്റെ ലർഫുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ഓരോ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. ഏതായാലും നമുക്കതിൽ അൻഷിതകൾ നോക്കാം. അൻഷിത ഒന്നാമത്തത് നളഉ അസ്ഇലത്തലിൽ അജ്വിദത്തിൽ ആത്തിയ ബിഅദവാത്തി ഇസ്തിഫാമി മുനാസിബ എന്നാണ്. ഇവിടെ കുറച്ച് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാനാണ്. ഓക്കെ, ഉത്തരങ്ങൾ നോക്കുക. ഒന്നാമത്തെ നഅം അദ്ദർസു സഹലുൻ, പാഠം വളരെ സിമ്പിളാണ് എന്നാണ് ഉത്തരം. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? പാഠം സിമ്പിളാണോ? അപ്പോൾ നിങ്ങൾ ഇസ്തിഫാമിൻ്റെ ഹർഫ് ഉപയോഗിച്ച് ചെയ്ത. രണ്ടാമത്തെ സിത്തൂന സാനിയത്തൻ ഫി ദഖീഖത്തി, മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട്? സിത്തൂന 60 സെക്കൻഡുകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട് എന്നാണ്. സാനിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ എന്നർത്ഥത്തിനേക്കാൾ ദഖീഖത്ത് പറഞ്ഞ മിനിറ്റ്. പിന്നെ അതുപോലെ തന്നെ തബ്ദ, അപ്പോൾ അതിനെന്ത് ചെയ്യണം? നല്ലൊരു ചോദ്യം ഉണ്ടാക്കണം. അപ്പോൾ എന്തായിരിക്കും? എത്രയാണ് ഒരു മിനിറ്റിൽ എത്ര സാനിയകളാണുള്ളത് എന്നാണ് ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ തബ്ദ ഉൽ ഇംതിഹാനാത്ത് ഖദ്, നാളെ എക്സാം തുടങ്ങും എന്നാണ്. അപ്പോൾ ഇവിടെ എന്നാണ് എക്സാം തുടങ്ങുക എന്നൊക്കെ. അതുപോലെ നാലാമത്തെ തഖൗൽ ജാമിയ അന്നൂരിയ ഫി പട്ടിക്കാട്, മലപ്പുറത്ത് പട്ടിക്കാടാണ് ജാമിയ നൂരിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ജാമ്യ സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ നമ്മൾ പാഠത്തിലുണ്ടല്ലോ, എവിടെയാണെന്ന് ഉപയോഗിക്കാനുള്ള ഹർഫുകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെ അഹ്മിലു ഫി യദി കിതാബ് തഖീമുൽ ലിസാൻ, എൻ്റെ കയ്യിൽ ഞാൻ എടുക്കുന്നു. കിതാബ് തഖീമുൽ ലിസാൻ എന്ന കിതാബ് ഞാൻ എടുക്കുന്നു എന്നാണ്. ഇവിടെ എന്താണ് നിൻ്റെ കയ്യിൽ എടുത്തത് എന്നൊക്കെ ആയിരിക്കണം ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് ഇസ്തിഫാമിൻ്റെ ഹർഫോ ലർഫോ ഇസ്മോ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി എഴുതുക. പിന്നെ അടുത്തത് നുക്കമിൽ ജദ്വല താലിയ ബിമായി മുനാസിബു എന്നാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഇസ്തിഫാമിൻ്റെ അദാത്ത് ഏതാണെന്നും കൂടി എഴുതണം. ഒന്നാമത്തെ അയ്യുൽ അമാലി അഫ്ളൽ, ഏത് പ്രവർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അസ്വലാത്ത്, നിസ്കാരം. പിന്നെ അവിടുത്തെ ഇസ്തിഫാമിൻ്റെ അദാത്ത് ഏതാണ്? അയ്യ് എന്നുള്ളതാണ്. അതുപോലെ അടുത്തത് ഐന വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണ് ജനിച്ചത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതുക. അവിടുത്തെ ഇസ്തിഫാമിൻ്റെ അദാത്ത് ഏതാണെന്നും എഴുതുക. അതുപോലെ തന്നെ മാഹുവ ത്വായിറുല്ലദി യലിദു വലാ യബീൽ, മാഹുവ ത്വായിർ ഒരു പക്ഷി ഏതാണ്? അല്ലദി യലിദു പ്രസവിക്കുന്ന പക്ഷി, വലാ യബീൽ അത് മുട്ടയിടുകയില്ല, മുട്ടയിടാതെ പ്രസവിക്കുന്ന പക്ഷി ഏതാണ്? അതിൻ്റെ ഉത്തരം എഴുതുക. അതുപോലെ തന്നെ ഇസ്തിഫാമിൻ്റെ അദാത്ത് ഏതാ എന്നും കൂടി എഴുതുക. അതുപോലെ തന്നെ മത്താ തസ്തദിക്രു ദുറൂസക, നിൻ്റെ പാഠങ്ങളൊക്കെ നീ എപ്പോഴാണ് പഠിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ അതിന് ഉത്തരം എഴുതുക. അതുപോലെ തന്നെ ഇസ്തിഫാമിൻ്റെ അദാത്ത് എടുത്ത് എഴുതുക. അടുത്തത് മൻ വല അവല ഖായിദത്തിൻ അവല ഖവായിദ ലിന്നഹ്വിൽ അറബി, അറബി ഭാഷയ്ക്കുള്ള അറേബ്യൻ നഹ്വിൻ്റെ വ്യാകരണ ശാസ്ത്രത്തിൽ ആദ്യമായിട്ട് കായികകൾ നിർമ്മിച്ച അല്ലെങ്കിൽ കായികകൾ ഉണ്ടാക്കിയ ആൾ ആരാണ് എന്നാണ്. അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഇസ്തിഫാമിൻ്റെ അദാത്തും എഴുതുക. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ എഴുതണം. അതുപോലെ തന്നെ ഇസ്തിഫാമിൻ്റെ അദാത്ത് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു വർക്ക്, മൂന്നാമത്തെ വർക്ക് നസ്തഈനു ബിമാ ഹുവ മൗജൂദുൻ ഫിൽ കുല്ലിയത്തി വഫി ഖാഅത്തി ദർസി ഫി സിയാഗത്തി ജുമലിൻ ഇസ്തിഫാമിയത്തി മുസ്തമിലിൻ അസ്മാൽ ഇസ്തിഫാമി. ഇത് പറഞ്ഞത് നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഫാമിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കി എഴുതണം. ഓരോ ചോദ്യങ്ങൾ, കോളേജിൽ എത്ര കുട്ടികളുണ്ട്, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള എത്ര ക്ലാസ് ഉണ്ട്, അങ്ങനത്തെ. അതുപോലെ എവിടെയാണ് നിങ്ങളുടെ ക്ലാസ് ഉള്ളത്, എവിടെയാണ് നിങ്ങളുടെ ക്യാൻറ്റീൻ നിലനിൽക്കുന്നത്, അങ്ങനത്തെ ഇസ്തിഫാമിയായിട്ടുള്ള കുറച്ച് ജുംലകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കം സൊഫം ഫിൽ കൊല്ലിയ, നിങ്ങളുടെ കോളേജിൽ എത്ര ക്ലാസ് ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കല്ലോ, കമ്മ് വെച്ചിട്ടും മാ വെച്ചിട്ടും മത്ത വെച്ചിട്ടും ഐന വെച്ചിട്ടും അയ്യഹീനെ വെച്ചിട്ടൊക്കെ. അപ്പോൾ എല്ലാ ഇസ്തിഫാമിൻ്റെ ഓരോ ഹർഫ് വെച്ചിട്ടും എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ ഉണ്ടാവും? ഒന്ന് ഹംസ വെച്ചിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും, ഹല്ല് വെച്ചിട്ട് 3 എണ്ണമായി. പിന്നെ അതുപോലെ തന്നെ അസ്മാ ആയിട്ട് മന്ന്, മ, അയ്യ്, കമ്മ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലർഫ് വെച്ചിട്ട് മത്ത, ഐന, കൈഫ, അയ്യഹീന്. അപ്പോൾ 11 ഉണ്ടാവും. ഒരു 10 ജുംലകൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഈ അവസാനത്തെ വർക്കിൽ. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്തിട്ട് അയച്ചു തരിക. അസ്സലാമു അലൈക്കും.